ഹായ് ഓൾ, വെൽക്കം ടു ഫിറ്റ് ഫാം ഡയറീസ്. ഇന്ന് ഒരു പർച്ചേസിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ജിമ്മിൻ്റെ ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻസ് നടക്കുകയാണെന്ന് ഞാൻ വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് നമ്മൾ ചലഞ്ചസ് വെച്ചായിരുന്നു. ഈ ചലഞ്ചസിലൊക്കെ ജയിച്ചിട്ടുള്ളവർക്കുള്ള സമ്മാനം മേടിക്കാനായിട്ട് നമ്മൾ ട്രോഫി കൊടുക്കാമെന്നാണ് കരുതിയത്. ആ പാട്ട് സമ്മാനങ്ങൾ മേടിക്കാനായിട്ട് നമ്മൾ ചാല മാർക്കറ്റിൽ പോയി. ചാല മാർക്കറ്റിലാകുമ്പോൾ ഈ ട്രോഫീസിൻ്റെ മാത്രമുള്ള ഷോപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയത് ശാന്തി ശ്രീ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞങ്ങൾ പോയത്. നല്ല ഷോപ്പായിരുന്നു, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റിനൊത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു ആ ഷോപ്പിൽ. അപ്പം നമ്മുടെ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. കൊള്ളായിരുന്നു, നല്ല ഷോപ്പായിരുന്നു. പല സൈസിലൊക്കെ മൊമെൻറ്റോസും ട്രോഫീസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ട്രോഫി തന്നെ അവർ ABC അങ്ങനെ 3 സൈസിലൊക്കെ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഒരുപാട് വെറൈറ്റി മോഡൽസ് ഉണ്ട്. അപ്പം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. നല്ല ഷോപ്പായിരുന്നു. അങ്ങനെ ട്രോഫിയുടെ കാര്യമൊക്കെ സെറ്റാക്കി നമ്മൾ അടുത്ത ഷോപ്പിലോട്ടൊക്കെ നമ്മൾ അടുത്ത് മേടിക്കാനുണ്ടായിരുന്നത് നമുക്ക് കുറച്ച് ഫുഡ് സെർവ് ചെയ്യാനുണ്ട്. പ്ലേറ്റ്, ഗ്ലാസ്, പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ്, അതൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് അടുത്തത് മേടിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെയൊക്കെ ഷോപ്പ് തപ്പി നമ്മൾ ഇറങ്ങി. അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ റോഡ് ഫുള്ള് ചെളിയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാനായിട്ട്. വെള്ളമൊക്കെ ആയിട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പുകൾ കണ്ടായിരുന്നേ. നമ്മൾ പൂവിൻ്റെ കട ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു പൂക്കളുടെ കട കാണാനായിട്ട്. ഇഷ്ടം പോലെ ഫ്ലവേഴ്സ്. അവരൊക്കെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഷോപ്പിലോട്ടൊക്കെ വിളിക്കും. പക്ഷെ നമുക്ക് പൂവിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും മേടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഒരു കട കണ്ടു. ഞങ്ങളുടെ പ്ലേറ്റും ഗ്ലാസും മേടിക്കുന്ന ഒരു കട കണ്ടായിരുന്നു. ആ കടയുടെ പേര് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ കടയിലെ ചേച്ചി അങ്ങനെ കുറേ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നു. നമ്മളതിൽ നിന്ന് നമുക്ക് വേണ്ട പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഈ ഒരു ഡെക്കറേഷൻസ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പ് കണ്ടു. അവിടെ കയറിയിട്ട് ഞങ്ങൾക്ക് വേണ്ട ബലൂണും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ, റിബണും, അങ്ങനെ കുറച്ച് പോപ്പറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളൊരു ഷോപ്പ് കണ്ടു. അവിടെ നമുക്ക് ഈ ട്രോഫിയിലൊക്കെ പേര് നെയിം സ്ലിപ്പ് പോലെ പ്രിന്റ് ചെയ്ത് തരുന്നൊരു ഷോപ്പായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ ട്രോഫിയിൽ വയ്ക്കാനുള്ള നെയിം സ്ലിപ്പ് കൂടെ നമ്മൾ ചെയ്യിച്ചു. അപ്പം നമ്മുടെ ജിമ്മിൻ്റെ പേരും ലോഗോയും ഒക്കെ ഇതുപോലെ പ്രിൻ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇത്രയൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വൈകിട്ട് 4 മണിക്ക് വീണ്ടും ജിം ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് പോത്തങ്കോട് തിരിച്ചെത്തണമായിരുന്നു. അപ്പോൾ ചാല പോത്തങ്കോട് നല്ല ദൂരമുണ്ട്, ഇടയ്ക്ക് ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 4 മണിയായപ്പോൾ ജിമ്മിലെത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു പർച്ചേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.